ഈ ആത്മീയവാദികൾ സഞ്ചരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നൊരാളാണ്. ഈ പറശ്ശിനിക്കടവ് മുത്തപ്പനായിട്ട് എനിക്കങ്ങനെ ഒരുപാട് ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവകഥ ഞാൻ പറയാം. ഇതുണ്ടായ സംഭവമാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നൊരാളാണ്. ഈ പറശ്ശിനിക്കടവ് മുത്തപ്പനായിട്ട് എനിക്കങ്ങനെ ഒരുപാട് ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവകഥ ഞാൻ പറയാം. ഇതുണ്ടായ സംഭവമാണ്. കൊല്ലൂർ മൂകാംബികയിൽ നമ്മൾ കാറിനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി സാധാരണ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോകാറുണ്ട്, വെള്ളാട്ട് കാണാറുണ്ട്. അതിന് ശേഷമാണ് ഞങ്ങൾ രാത്രി തിരിച്ച് വരുന്നത്. ഒരുപാട് വർഷം ഞാൻ പോയിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ടില്ല, എല്ലാ തവണയും തൊഴുത് ഇങ്ങോട്ട് പോരലാണ്. അപ്പോൾ ആ ഒരു ബന്ധം എനിക്കുള്ളൂ. എല്ലാ കാലത്തും പോകുമ്പോൾ അവിടെ ഒന്ന് കയറും. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മകൾ ഇതേപോലെ അവൾ പഠിക്കാൻ നല്ല മിടുക്കത്തിയാണ്. അപ്പോൾ അവൾക്ക് MBBS പോകണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻട്രൻസ് എഴുതി കിട്ടുകയാണെങ്കിൽ വിടാം എന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു. കാരണം അത്രയും വലിയ സംഖ്യ കൊടുത്ത് വാങ്ങാനുള്ള പൈസ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൾ എൻട്രൻസ് എഴുതി, ഇവൾക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് ആയുർവേദം നോക്കാം എന്ന് വെച്ചിട്ട് അതിനെ ട്രൈ ചെയ്ത് അതും ലിസ്റ്റിൽ വന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഈ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ, അതിനകത്തുള്ള ഒരു ലിസ്റ്റിൽ ഇവളുടെ പേര് വന്നു. അങ്ങനെ ഇവർ റഷ്യൻ ട്രിവാൻഡ്രത്ത് പോയി. അതിലായത്തിൽ കിട്ടിയില്ല. അപ്പോൾ രണ്ടാമത്തെ വന്നപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞ് ഇത് ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല, കിട്ടുമൊന്നുമില്ല, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്, എന്തോ ഒരു ദൈവിക ശക്തി എന്നോട് പറയുന്നു ഇത് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, നിങ്ങൾ എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധപൂർവ്വം ഞാൻ അവരെ പറഞ്ഞയച്ചു. ട്രിവാൻഡ്രത്ത് രണ്ടാമത്തെ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു ഫാമിലിയായിട്ട് പോയി. അവിടെ ചെന്ന് പങ്കെടുത്തു. വൈകുന്നേരം ഒരു 3-4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ വിളിച്ചു, എന്തായി? അപ്പോൾ എനിക്കാണ് ടെൻഷൻ, കാരണം ഞാനല്ലേ പറഞ്ഞേച്ചേക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞ് രക്ഷയില്ല, വെറുതെ ഇവിടം വരെ വന്നു, ടൈം വേസ്റ്റായി, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള യാത്ര കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ് എൻ്റെ മനസ്സ് അപ്പോഴും പറയാണ് ഇവൾക്ക് കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു ശരി, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കണ്ണടച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എൻ്റെ ഉള്ളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു കാഴ്ചയിൽ ഒരു വിഷൻ പോലെ എൻ്റെ അടുത്തേക്ക് വരെയാണ്. എന്നിട്ട് എന്നോട് പറയാണ് ഞാൻ അവൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാം, സന്തോഷമായിട്ടിരിക്കൂ, വിഷമിക്കണ്ട, അഡ്മിഷൻ ഉറപ്പായിട്ടും കിട്ടും, എൻ്റെ നാട്ടിൽ തന്നെ അഡ്മിഷൻ മേടിച്ചു തരാം, എൻ്റെ നാട്ടിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പട്ടിയെ അവിടെ സമർപ്പിക്കണം എന്നിങ്ങനെ പറയും. പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു രോമാഞ്ചമൊക്കെ തോന്നുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഒരു ഇത് കിട്ടുന്നത് ആദ്യമായിട്ടാണ്, പുള്ളിയുടെ ഒരു വിഷം കിട്ടുന്നത്. അപ്പം തന്നെ ഞാൻ ഫോണെടുത്ത് ബ്രദറിനെ വിളിച്ച് ധൈര്യമായിട്ടിരുന്നോ, ഉറപ്പായിട്ടും കിട്ടൂട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവം എന്നറിയോ? അവിടെ ഇവരുടെ മുമ്പിൽ ക്യൂവിലുണ്ടായിരുന്ന 3 പേര് അവർക്ക് കിട്ടൂല എന്നുള്ള ഒരു തോന്നൽ വന്നിട്ട് 3 പേര് പോയി കളഞ്ഞു വന്നു. ആ സമയത്ത് അടുത്ത ആളെ വിളിക്കുന്നത് ഇവളെയാണ്. അപ്പോൾ ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് ബ്രദർ പറയുന്നു ഞാൻ പിന്നെ വിളിക്കാം, അവളുടെ പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ ചേരുന്നു, പൈസ അടക്കുന്നു, ചേരുന്നു. അവൾക്ക് കാഞ്ഞങ്ങാട് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത്, അതായത് നമ്മുടെ കണ്ണൂരപ്പുറം. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ തിരിച്ചു വന്നു, സന്തോഷമായിട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച്, ഞാനും എൻ്റെ ബ്രദറും ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ എനിക്കറിയില്ല ഈ പട്ടിനെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ ഇവിടുന്ന് പട്ടിക്കുഞ്ഞിനെയൊക്കെ വാങ്ങിക്കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് അവിടുത്തെ വഴിപാടെന്ന് പറഞ്ഞത്, പട്ടിനെ സമർപ്പിക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഞാൻ അമ്പലത്തിലുള്ള ഒരാൾ ചോദിച്ചു ഇങ്ങനൊരു കാര്യം ഇങ്ങനത് വന്നു. പുള്ളി പറഞ്ഞ് പട്ടിനെ ഒന്നും കൊണ്ടുവരണ്ട, നിങ്ങൾ അവിടെ വരുമ്പോൾ അവിടെ ഒരു പട്ടിയുടെ ഇങ്ങനെ ഒരു ഇതിരിപ്പുണ്ട്, പ്രതിമയുണ്ട്. ആ പ്രതിമ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട്
ഈ പട്ടിയുടെ പ്രതിമ എടുത്ത് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. എന്നിട്ട് അവിടെ യഥാവിധി അവിടുത്തെ വഴിപാടുകളെല്ലാം അവിടെ ചെറിയ പൈസയുള്ളൂ വഴിപാടുക്കൊക്കെ, ചെറിയ പൈസ കൊടുത്താലേ എല്ലാ വഴിപാടും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വഴിപാട് ചെയ്തു. അങ്ങനെ വെള്ളാട്ടമൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോന്നു. അപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ആ ഒരു അനുഗ്രഹം അത് അതിൽ പോകുമ്പോഴൊക്കെ ഞാൻ ആ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും അതിൽ പോകുമ്പോൾ എപ്പോഴും ആലോചിക്കും ഒരു അനുഭവം. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ അടുത്തൊരു 2-3 മാസം മുന്നേ ഞാൻ ഇതുപോലെ ഇവിടെ ആ വഴിക്ക് പോയപ്പോൾ എവിടെയാണ് ഏകദേശം അതിൽ പോയതാണ്. അപ്പോൾ പറശ്ശിനിക്കടവ് ആ വഴി വന്നപ്പോൾ രാത്രിയായിരുന്നു. അവിടെ അതേ വഴി കയറി വെള്ളാട്ട് കുറച്ച് നേരം കണ്ടു, തിരിച്ചു വന്നു. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ പോകുന്ന സ്ഥലമാണെന്നറിയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പണ്ട് കാലം മുതലേ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഈ അനുഭവം ഒന്ന് ഈ അവസരത്തിൽ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്.